നിങ്ങൾക്ക് പണം ആവശ്യമുള്ള ഒരു അത്യാവശ്യ കാര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? ഇത് വീട്ടിലെ ഒരാളുടെ ആരോഗ്യസ്ഥിതി മോശമാവുക, അല്ലെങ്കിൽ വീട്ടിലൊരു ഉപകരണം കേടാവുക, അല്ലെങ്കിൽ നമ്മളുടെ ജോലിക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുക, നമ്മളുടെ ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുക, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളുടെ ചിലവുകൾ നടന്നു പോകാൻ വളരെയധികം ബുദ്ധിമുട്ടാണല്ലേ. അത് മാനേജ് ചെയ്യാനായിട്ടുള്ള വളരെ എളുപ്പത്തിലുള്ള വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പദ്ധതിയെ പറ്റിയാണ് ഇനി പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. RupeeMonk നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ വീഡിയോകൾ തരുന്ന ചാനലാണ്. ആ കാര്യങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, കൂട്ടുകാരുമായിട്ട് വീഡിയോസ് ഷെയർ ചെയ്യാം. ഒരു അസുഖമോ ജോലി നഷ്ടമോ അല്ലെങ്കിൽ വീട്ടിലുള്ള സാധനങ്ങളുടെ എന്തെങ്കിലും കേടുപാടോ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഒരു കേടുപാടോ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യമായിട്ട് പണം ആവശ്യം വരും അല്ലേ. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഒരു ലോൺ എടുക്കാൻ പോവുകയോ അല്ലെങ്കിൽ നമ്മൾക്കുണ്ടായിരുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പെട്ടെന്ന് പിൻവലിക്കാൻ പോവുകയോ ഒക്കെ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സമയമെടുക്കുന്ന ഒരു പ്രക്രിയയാണ്. അതേപോലെ തന്നെ അത് നമുക്ക് നഷ്ടം വരുത്തുന്ന ഒരു കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ നഷ്ടമില്ലാതെ പരമാവധി നഷ്ടം കുറച്ച് നമുക്ക് ഒരു അത്യാവശ്യ ഘട്ടത്തിലെ പണ ആവശ്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളതാണ് എമർജൻസി ഫണ്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മളുടെ ഒരു പ്രത്യേക തരത്തിലുള്ള ഫണ്ട് ഉപയോഗിച്ച് നമ്മളതിനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ് എമർജൻസി ഫണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു 6 മാസത്തെ നമ്മളുടെ ആവറേജ് ചിലവ്, നമുക്കിപ്പോൾ ഒരു 30,000 രൂപയാണ് ഒരു മാസത്തെ ചിലവെങ്കിൽ ഒരു 6 മാസത്തെ ചിലവ്, അതായത് 1,80,000 രൂപ നമ്മൾക്ക് എത്രയും പെട്ടെന്ന് കിട്ടുന്ന, നഷ്ടം കുറച്ച് നമുക്ക് എടുക്കാൻ പറ്റുന്ന, അതേസമയം തന്നെ പെട്ടെന്ന് കിട്ടുന്ന ഒരു നിക്ഷേപ പദ്ധതികളിൽ നിക്ഷേപിക്കണം. അത് എങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഈ 6 മാസം എന്ന് ഞാൻ പറഞ്ഞത് ഒരു സാധാരണ ഒരു ആവറേജ് കണക്കാണ്. ഇനി ഒരു ഗവൺമെൻറ് ജോലിക്കാരനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ശമ്പളം സുരക്ഷിതമാണ്, ജോലി സുരക്ഷിതമാണ് എന്നുള്ളത് കൊണ്ട് അങ്ങനെയുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ 3-4 മാസത്തെ എമർജൻസി ഫണ്ട് കീപ്പ് ചെയ്താൽ മതി. അതേസമയം തന്നെ നിങ്ങൾ ജോലി സ്ഥിരത തീരെയില്ലാത്ത IT മേഖല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് മേഖല അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ വലിയൊരു എമർജൻസി ഫണ്ട്, ഒരു 7-8 മാസത്തെ ചിലവിനുള്ള പണം എമർജൻസി ഫണ്ടായിട്ട് കീപ്പ് ചെയ്യുന്നത് നന്നായിരിക്കുമെന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം. അതുകൊണ്ട് 6 മാസത്തെ ചിലവ് എന്നുള്ളത് ഒരു അവസാന വാക്കായി എടുക്കേണ്ട, നിങ്ങളുടെ ഒരു കംഫർട്ട് ലെവലിനനുസരിച്ചുള്ള ഒരു എമൗണ്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനം. പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 8 മാസത്തെ ചിലവിനുള്ള പണം ഞാൻ എമർജൻസി ഫണ്ടായിട്ട് കീപ്പ് ചെയ്യാറുണ്ട്. അതാണ് എത്ര കാലത്തേക്കുള്ള പണം വേണമെന്നുള്ളത് നമ്മൾ സൂചിപ്പിക്കുന്നത് അതാണ്. ഇനി എത്ര എമർജൻസി ഫണ്ടാണ് നമ്മൾക്ക് വേണ്ടത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളുടെ ചിലവുകളെ പറ്റിയാണ്. അതായത് ചിലവുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ദൈനംദിന ചിലവുകൾ, പച്ചക്കറി മേടിക്കുക, പലചരക്ക് മേടിക്കുക, പാൽ മേടിക്കുക, അതിനെല്ലാം നമുക്ക് ചിലവുണ്ട് അല്ലേ. അത് മാസം നമുക്ക് അതെല്ലാം ദൈനംദിന ചിലവുകൾക്കായിട്ട് എന്തുമാത്രം ചിലവ് വരും എന്നുള്ളത് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻഷുറൻസ് പോളിസികൾ അടയ്ക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ചിലവുകൾ കണ്ടുപിടിക്കുക. അതുപോലെ നിങ്ങളുടെ ലോണുകൾ അടയ്ക്കാനുണ്ട്, ഓരോ മാസവും അതിൻ്റെ മാസത്തവണ ഇത്രയാണ് എന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക. അതുപോലെ മറ്റെന്തെങ്കിലും ഇൻസ്റ്റാൾമെൻറ്റ് സ്കീമുകളുണ്ട് എന്നുണ്ടെങ്കിൽ അതിനുള്ള മാസത്തവണ എത്രയാണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് ഈ തുകകളെല്ലാം കൂടെ കൂട്ടുന്നതായിരിക്കും നിങ്ങളുടെ ഒരു ആവറേജ് മാസ ചിലവ്. അതിൽ നിന്ന് കുറച്ചൊരു എമൗണ്ട് കൂട്ടി വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾക്കിപ്പോൾ കിട്ടിയിട്ടുള്ളതൊരു 50,000 രൂപയാണ് എന്ന് കരുതുക. അതേസമയം തന്നെ ഞാനൊരു 8 മാസത്തെ ഒരു എമർജൻസി ഫണ്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 50,000 രൂപ വെച്ച് 8 മാസം എന്ന് പറയുമ്പോൾ 4 ലക്ഷം രൂപ നമുക്ക് ആവശ്യമുണ്ട്. അങ്ങനെയാണ് എമർജൻസി ഫണ്ടിൻ്റെ പൈസ, എത്ര എമർജൻസി ഫണ്ട് വേണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി എമർജൻസി ഫണ്ട് എവിടെ കീപ്പ് ചെയ്യുമെന്നുള്ളത് നമുക്ക് പറഞ്ഞുതരാം. RupeeMonkൻ്റെ അഭിപ്രായത്തിൽ എമർജൻസി ഫണ്ട് 3-4 സ്റ്റേജുകളായിട്ട് കീപ്പ് ചെയ്യണമെന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം. അതായത് എമർജൻസി ഫണ്ട് നമുക്കിപ്പോൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത എമൗണ്ട് 4 ലക്ഷം രൂപയാണ്. അതിൻ്റെ ഒരു 5% 20,000 രൂപ ക്യാഷായിട്ട് സൂക്ഷിച്ച് വയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ക്യാഷായിട്ട് സൂക്ഷിച്ച് വയ്ക്കാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾക്ക് ഇമ്മീഡിയറ്റായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ക്യാഷ് ഉണ്ടാവണം അല്ലേ. നമുക്ക് ആ സമയത്ത് ചിലപ്പോൾ ATMയിലേക്ക് പോകാനൊന്നും പറ്റില്ല. ചിലപ്പോൾ അത്യാവശ്യമായിട്ടൊരു ബില്ല് അടയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 20,000 രൂപയൊക്കെ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ കാര്യം നടന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു എമൗണ്ട് ഞാൻ ക്യാഷായിട്ട് സൂക്ഷിക്കാറുണ്ട്. അതിനുശേഷം 35%, അതായത്
ഈ സിറ്റുവേഷനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 1,40,000 രൂപ 1-2 ബാങ്ക് അക്കൗണ്ടുകളിലായിട്ട് നിക്ഷേപിക്കുക. 1-2 ബാങ്ക് അക്കൗണ്ടുകളിലായിട്ട് നിക്ഷേപിക്കാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഒരു ബാങ്കിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് എടുക്കാനുള്ള ബുദ്ധിമുട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അടുത്ത ബാങ്കിനെ സമീപിക്കുക. അപ്പോൾ അങ്ങനെ 2 ബാങ്കുകളിലായിട്ട് 1,40,000, അതായത് 35% നമ്മൾ ഇട്ടു. ഇനി അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ബാങ്ക് അക്കൗണ്ടിൽ തന്നെ ഒരു ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റായിട്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് നിങ്ങൾ അടുത്ത ഒരു 30% കീപ്പ് ചെയ്യാം. 30% എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1,20,000 രൂപ ഈ സിറ്റുവേഷനിൽ 1,20,000 രൂപ നിങ്ങൾ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ കീപ്പ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നിങ്ങൾ എല്ലാ എമൗണ്ടും എസ് ബിയിൽ ഇട്ട് കഴിഞ്ഞാൽ സേവിങ്സ് ബാങ്കിന് 4% പലിശയുള്ളൂ. അതേസമയം ഫിക്സഡ് ഡെപ്പോസിറ്റ് ആകുമ്പോൾ ഒരു 6-6.5% ചിലപ്പോൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ആ പണത്തിന് കുറച്ചുകൂടെ കൂടിയ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് എമൗണ്ട് എഫ് ഡിയിൽ ഇടാനായിട്ട് പറയുന്നത്. അപ്പോൾ ഒരു 30% നമുക്ക് എഫ് ഡിയിലും ഇടാം. ഓക്കെ, ഇത് നമ്മൾക്ക് ഓൺലൈൻ ബാങ്കിങ്ങുള്ള അക്കൗണ്ടുകളിൽ എഫ് ഡി ഇടാൻ ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് ബാങ്കിൽ പോയിട്ട് അത് പിൻവലിച്ച് കൊണ്ടുവന്ന് പൈസ ഇടുന്നുള്ള ചിലപ്പോൾ സാവകാശം എമർജൻസി സംഭവങ്ങൾ വരുമ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ഓൺലൈനായിട്ട് തന്നെ മൊബൈലിലൂടെയോ കമ്പ്യൂട്ടറിലൂടെയോ നമുക്ക് ഡെപ്പോസിറ്റ് ക്ലോസ് ചെയ്ത്, പ്രീമച്യൂറായിട്ട് ക്ലോസ് ചെയ്ത് നമ്മൾക്ക് പൈസ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാക്കുന്നതിനായിട്ടാണ് നമ്മൾ ഓൺലൈൻ ബാങ്കിങ്ങുള്ള സൈറ്റുകളിൽ എസ് ബി അക്കൗണ്ട് ആയാലും എഫ് ഡി അക്കൗണ്ട് ആയാലും തുടങ്ങണമെന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ 70% കൺസ്യൂം ചെയ്തു കഴിഞ്ഞു അല്ലേ. ഇനി ബാക്കിയൊരു 30% ഉണ്ട്. അത് നമ്മൾക്കൊരു 1-2 ദിവസത്തിനുള്ളിൽ കിട്ടിയാൽ മതി എന്നുള്ള ഒരു സിറ്റുവേഷനാണ് എന്നുണ്ടെങ്കിൽ, ആ 30%ആയിട്ടുള്ള 1,20,000 രൂപ നല്ല ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടുകളിൽ അല്ലെങ്കിൽ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കാം. അപ്പോൾ ഇങ്ങനെ നിക്ഷേപിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് 1-2 ദിവസത്തിനുള്ളിൽ പൈസ കിട്ടും. ചില മ്യൂച്വൽ ഫണ്ടുകൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിഡംഷനും തരുന്നുണ്ട്. 50,000 രൂപ വരെയോ അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് 90% വരെയോ ഒക്കെ അങ്ങനെ ഇൻസ്റ്റൻ്റ് ആയിട്ട് റിഡംഷൻ തരുന്ന ഫണ്ടുകളും ഉണ്ട്. ഒന്നുകിൽ അതിൽ നിക്ഷേപിക്കാം, അല്ലെങ്കിൽ സാധാരണ ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടുകളോ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടുകളിലോ നിക്ഷേപിക്കുന്നത് നന്നായിരിക്കും. നല്ല ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടുകൾ ഏതാണ് എന്ന് അറിയാനായിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്മളൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾക്ക് കാര്യം തീരുമാനിക്കാം. കുറച്ച് പൈസ നമ്മൾ ക്യാഷായിട്ട് സൂക്ഷിച്ചു, കുറച്ച് അധികം പൈസ നമ്മൾ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ സൂക്ഷിച്ചു, ഏകദേശം അത്രയും എമൗണ്ട് നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആക്കിയിട്ടു, ബാക്കി അത്രയും എമൗണ്ട് നമ്മൾ എന്താക്കിയിട്ടു ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടിലും നിക്ഷേപിച്ചു. ഈ 4 തരത്തിലും നിക്ഷേപിക്കുന്നത് 4 തരം ആവശ്യങ്ങൾക്കായിട്ടുണ്ട്. പെട്ടെന്ന് പണം വരണമെങ്കിൽ നമുക്ക് ക്യാഷായിട്ട് തന്നെ വേണം. അല്ല, ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് മതിയെങ്കിൽ നമുക്ക് എസ് ബി അക്കൗണ്ടിൽ ATM വഴി എടുക്കാം. അല്ലെങ്കിൽ ഒരു 1 മണിക്കൂറോ 1.5 മണിക്കൂറിനുള്ളിൽ വേണ്ട ആവശ്യം നമുക്ക് ഒരു ഓൺലൈൻ ബാങ്കിങ്ങിലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് നമുക്ക് റീഡീം ചെയ്തിട്ട് അതെടുക്കാം. അതല്ല 1-2 ദിവസത്തിനുള്ളിൽ മതിയെങ്കിൽ നമ്മൾക്കത് എന്ത് ചെയ്യാം, ഈ ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടുകളിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ പല സ്പ്ലിറ്റാക്കി ഇടാനുള്ള കാരണമുണ്ട്. നമുക്ക് എല്ലാ പൈസയും ഇപ്പോൾ 4 ലക്ഷം രൂപയും എമർജൻസി ഫണ്ടായിട്ട് കീപ്പ് ചെയ്യുന്നത് ഞാൻ ക്യാഷായിട്ട് കീപ്പ് ചെയ്താൽ എന്ത് സംഭവിക്കും? എനിക്ക് യാതൊരുവിധ ഇൻട്രസ്റ്റും കിട്ടില്ല എന്ന് മാത്രമല്ല, നമുക്കത് ഓരോ നാൾ കഴിയുമ്പോഴും പണത്തിൻ്റെ മൂല്യം കുറഞ്ഞു വരുന്നത് കൊണ്ട് നമുക്കത് നഷ്ടവുമാണ്. പക്ഷേ എല്ലാം നമ്മൾ എസ് ബിയിൽ കീപ്പ് ചെയ്യാത്ത എന്തുകൊണ്ടാണ്? എസ് ബി അക്കൗണ്ട് ഇൻട്രസ്റ്റ് 4% മാത്രമേ ഉള്ളൂ. അതുകൊണ്ടത് നമുക്ക് അധികം ഇൻട്രസ്റ്റ് നേടിത്തരില്ല. എല്ലാം നമ്മൾ എഫ് ഡിയിലിട്ടാനുള്ള കുഴപ്പം എന്താ? നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓടി ചെന്ന് എടുക്കുന്നതിനായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് നമുക്ക് ക്യാഷും വേണം, എന്ത് വേണം, സേവിങ്സ് ബാങ്ക് അക്കൗണ്ടും വേണം. അതേസമയം കുറച്ച് സമയമുള്ളത് നമുക്ക് എഫ് ഡിയിൽ നിന്ന് പ്രീമച്യൂറായിട്ട് എടുക്കുകയും ചെയ്യും. കുറച്ച് ഓടി ഉയർന്നൊരു മൂല്യം ഉണ്ടാക്കുന്നതിനായിട്ടാണ് ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടുകളും ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതൊരു സാമ്പിൾ മാത്രമാണ്. ഇതേ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നതെന്ന് കമൻറ്റ് ചെയ്താൽ മറ്റുള്ളവർക്കും കൂടെ ഒരു ഹെൽപ്പായിരിക്കും. എമർജൻസി ഫണ്ട് ഉണ്ടാക്കുന്നതിനായിട്ടുള്ള പ്രധാനപ്പെട്ട ഓപ്ഷനുകളായിട്ടുള്ള ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടുകളെ പറ്റിയിട്ടുള്ള വീഡിയോ കാണുന്നതിനായിട്ട് നിങ്ങൾക്ക് ആ സ്ക്വയറിൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു എമൗണ്ട് മുൻകൂറായിട്ട് വേണം, അത് പക്ഷേ നിങ്ങൾക്ക് ലോൺ എടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ചിട്ടികൾ നല്ലൊരു ഉപാധിയാണ്. ചിട്ടികളെ പറ്റിയുള്ള വീഡിയോ നിങ്ങൾക്ക് ആ സ്ക്വയർ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ കാണാം. ഇതേപോലുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, കൂട്ടുകാരുമായിട്ട് വീഡിയോ ഷെയർ ചെയ്യാം.